ഈ പുതുവർഷത്തിൽ ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്ന് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, പരസ്പരം ബഹുമാനിച്ചും പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം സപ്പോർട്ട് ചെയ്തും ഉള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ആദ്യത്തെ മെസ്സേജ്. ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു സോൾമേറ്റ്, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. വളരെയധികം പരസ്പരം മനസ്സിലാക്കുന്ന തീവ്രമായ ഒരു ബന്ധമായിരിക്കും നിങ്ങളുടേത്. ഓൾറെഡി ഒരു ബന്ധത്തിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വൈകാരികമായ ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാക്കണം. കമ്മ്യൂണിക്കേഷന് കൂടുതൽ മുൻഗണന കൊടുക്കണം. പരസ്പരം വിശ്വസിക്കണം, പരസ്പരം മനസ്സിലാക്കണം. പിന്നെ ഒരു ബാലൻസ് ബന്ധത്തിൽ വേണം. കോംപ്രമൈസ്, അതുപോലെ കോഓപ്പറേഷൻ, ഇത് രണ്ടും ജീവിതത്തിൽ, മാരീഡ് ആണെങ്കിൽ ഇത് രണ്ടും ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക. പരസ്പരം ഒരു ട്രസ്റ്റ് വയ്ക്കുക. രണ്ടുപേരുടെയും സംഭാവന, ബന്ധത്തിൽ രണ്ടുപേരുടെയും സംഭാവനയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി പെരുമാറുക. ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു ബന്ധത്തിൽ ഒരു സത്യസന്ധത വേണം. പിന്നെ ഒരു ഓപ്പൺ ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഒരു മെൻ്റൽ കണക്ഷൻ വേണം. അതായത് വൈകാരികമായ ഒരു കണക്ഷൻ മാത്രമല്ല, ഒരു ബുദ്ധിപരമായ ഒരു ലെവലിലും കൂടി ഒരു കണക്ഷൻ ഉണ്ടെങ്കിലാണ് ആ ബന്ധം നിലനിൽക്കുക. ഇമോഷൻസ് വെള്ളം വരെയാണ്, എപ്പോൾ വേണമെങ്കിൽ ഒലിച്ച് ആവിയായി പോകും. പക്ഷേ ഇൻ്റലക്ച്വൽ തലത്തിലുള്ളൊരു ബന്ധം കുറച്ചും കൂടി അഗാധമാണ്. അങ്ങനെയൊരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളൊരു അഡ്വൈസാണ് വരുന്നത്. അടുത്തായിട്ട് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് ഈ ബന്ധത്തിൽ നിങ്ങൾ വളരെയധികം സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഒരു കംപ്ലീഷൻ, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ബന്ധമായിരിക്കും ഇത്. നിങ്ങൾക്ക് വളരെയധികം സമാധാനവും സന്തോഷവും സ്റ്റെബിലിറ്റിയും നൽകുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നാണ് പറയുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിന് ശേഷം ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം നിങ്ങൾക്ക് ഒരു പാഷൻ തോന്നുന്ന ഒരു ബന്ധമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പാഷൻ നിങ്ങൾ ബന്ധത്തിൽ നിലനിർത്താൻ ശ്രമിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും ക്യൂൻ ഓഫ് വാൻഡ്സും കൂടി വന്നത് കൂട്ടിയിട്ട് ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ, വളരെ അത്യാവശ്യം വേണ്ട രണ്ട് കാര്യങ്ങൾ, സ്റ്റെബിലിറ്റി ഉണ്ട്, അതേസമയത്തിൽ പ്രോഗ്രസ്സും ഉണ്ട്. രണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്.